15-ാം വയസ്സിൽ ശരീരത്തിൽ കണ്ട മുഴ ക്യാൻസറായി മാറിയത് അടുത്തിടെയായിരുന്നു. രേണുസുതി വെളിപ്പെടുത്തിയത് അങ്ങനെയാണ്. വിദേശത്ത് അസുഖം സ്ഥിരീകരിച്ചുവെങ്കിലും നാട്ടിലാണ് പിന്നീട് ചികിത്സകൾ തുടങ്ങാനുള്ള വിവരങ്ങളായിരുന്നു തുടക്കത്തിൽ പുറത്തു വന്നത്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സ് എല്ലാം ഇതിനെ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. കേട്ടതെല്ലാം ശരിവെച്ച് രേണു എത്തിയതോടെയാണ് വിഷയങ്ങളെല്ലാം തന്നെ മാറിപ്പോയത്. ദേഷ്യവും എതിർപ്പുകളും എല്ലാം പലരും മാറ്റിവെച്ച് രേണുവിനെ കുറിച്ച് അധികം വീഡിയോകൾ ചെയ്യുന്നില്ലായിരുന്നു എന്നാണ് ചിലരും പറഞ്ഞത്. രേണുവിനെ കുറിച്ച് പറഞ്ഞു ചെയ്ത വീഡിയോകളെല്ലാം തന്നെ ലഭിച്ച തുകയ്ക്ക് ഒരുപാട് രേണുവിനെ തന്നെ നൽകി സഹായിച്ചവരും ഒരുപാടുണ്ട്. ചികിത്സയുടെ വിവരങ്ങളെല്ലാം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലുമായി രേണു പങ്കുവച്ച് രംഗത്ത് വന്നിട്ടുമുണ്ട്. കീമോ ചെയ്യുന്നതിന് മുന്നേ തന്നെ ആദരാഞ്ജലി പോസ്റ്റ് കണ്ടിരുന്നു. ഇങ്ങനെയൊന്നും ആരോടും പറയരുതേ എന്നേ പറയാനുള്ളൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കാണ് ഇങ്ങനെ ഒരു അസുഖം വന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ പ്രതികരണം? ശവപ്പെട്ടിയിലാണോ ഫോട്ടോ വരെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നതെന്ന് കണ്ടുവെന്നും രേണു പറഞ്ഞിരുന്നു. ശാരീരികം മാത്രമേ തളർന്നിരുന്നു, മാനസികമായി താൻ ഇപ്പോഴും സ്ട്രോങ് ആണെന്നും രേണു പറയുന്നു. ഇങ്ങനൊരു അവസ്ഥയുടെ കടന്നു പോകുന്നവർക്ക് പ്രചോദനമാകാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും രേണു വ്യക്തമാക്കിയിരുന്നു. നേഴ്സിനായി ജോയിൻ ചെയ്ത ചേച്ചി ഇപ്പോൾ ലീവാണ്. മുഴുവൻ സമയം തന്റെ കൂടെ തന്നെ ആയിരുന്നു എന്നും രേണു പറഞ്ഞിരുന്നു. താൻ എഴുന്നേൽക്കാതെ എന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നവരോട് ഒന്നും പറയാനില്ല, ഒന്നും എനിക്ക് പറയാനില്ല. ക്യാൻസറിനെ ഞാൻ തോൽപ്പിക്കും, ഉറപ്പ്. നിങ്ങളുടെ പ്രാർത്ഥന വേണം കേട്ടോ, എന്നെ സ്നേഹിക്കുന്നവരുടെ മാത്രം എന്നായിരുന്നു രേണു പറഞ്ഞത്. ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചും വിട്ടത്. കഴിയുന്നത്ര സന്തോഷിക്കും മോളെ, ദൈവം കൂടെയുണ്ട്. നിന്റെ മനസ്സിന്റെ സന്തോഷമാണ് പ്രധാനം. അത് കിട്ടാനുള്ള നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം. പ്രാർത്ഥന കൂടെയുണ്ട്. നിരവധി പേരാണ് പോസ്റ്റിന്റെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തി രംഗത്ത് വന്നത്. മൂത്ത മകനായ കിച്ചു കാണാൻ വരാത്തതിൽ സങ്കടമുണ്ട് എന്ന് രേണു മുൻപ് പറഞ്ഞിരുന്നു. വിഷമത്തിലാണ് പറഞ്ഞുവെങ്കിലും വിഷമം തീർക്കാനായി പോകുന്നു എന്ന് കിച്ചു പറഞ്ഞ രംഗത്തും വന്നു. അമ്മയുടെ അകത്തുനിന്ന് കാണാതിനെ കുറിച്ചും കിച്ചു സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതിനു ശേഷമാണ് പോസ്റ്റ് ചെയ്ത വിവാദങ്ങളെല്ലാം വീഡിയോകളുമായും കിച്ചുവിനും സങ്കടപ്പെടുത്തിയത്. അന്ന് അമ്മയോട് ഇത് ചെയ്യല്ലേ, ഹൃദയപ്പനെയും ബാധിക്കും എന്ന് പറഞ്ഞതാണ് കിച്ചു. എന്നിട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നു എന്നായിരുന്നു കിച്ചു പറഞ്ഞത്. രേണുവിന് അയച്ച മെസ്സേജും വീഡിയോയും കാണിച്ചു. ഇതിനു ശേഷമായിരുന്നു വീണ്ടും വീഡിയോകളുമായി രേണുവും എത്തിയത്. സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോൾ തന്നെ കിച്ചുവിനോട് പറഞ്ഞത് 150 രൂപയാണെന്ന് പറഞ്ഞപ്പോൾ താ എന്നായിരുന്നു അവന്റെ മറുപടി. അമ്മേ, ഇത് വേണ്ട അമ്മേ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് ചെയ്യില്ലായിരുന്നു. പകരം അവൻ ചോദിച്ചത് കാശ് ചോദിക്കുകയായിരുന്നു. ഞാനത് കൊടുക്കുകയും ചെയ്തു. ഞാനും നീയും മാത്രം അറിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, അത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുതേ എന്നും രേണു പറഞ്ഞു. ഈ വീഡിയോ വൈറലായി മാറിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പ്രതികരണം രേണുവിൽ നിന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു എന്നും കമന്റുകൾ ഒരുപാട് കാണാൻ സാധിക്കും. നിങ്ങൾ രേണുസുതിയാണോ കിച്ചുവിനെയാണോ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.